നാരായണ ഹരേ നാരായണ. ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കസ്തൂരീതിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂഡാമണി. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ഭൂതൈർമഹദ്ഭേറിയം ഇമാ പുരോ വിഭു നിർമായ ഷേദേദമോഷു പുരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീമന്നാരായണീയാഖ്യ പ്രത്യക്ഷോ മാരുതീശ്വര സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ദുഃഖസാഗരേ. ഭട്ടപാദമുനിശ്രേഷ്ഠ സ്തോത്രശാസ്ത്രവിശാരദ ഏതൽ സ്തോത്രപ്രകാശേന മമ ദുഃഖം വിനാശയ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഗ്യദഗ്നോ നാരായണീയ നവനീതമിദം ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനായ യോധാ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണീയമിതു ഭാഗവതാമൃതാബ്ദി സാരം തെളിഞ്ഞൊരു നവീന പുരാണരത്നം ചേരാം ധരിക്കിലിതു കൗസ്തുഭഭൂഷണനും ചേരും പദത്തിലിതിനപ്പുറമെന്തു ഭാഗ്യം. ഹരേ നാരായണ. സന്താപത്തിനറുതിയരുളം മാരുദേശന്റെ തൃക്കാൽ ചെന്താരോർത്തി സുമധുരതരം
ചാരുനാരായണീയം ചിന്തും ഭക്ത്യാധരപിതരാ ഏഴുനാൾ കേട്ടിടുന്നോർക്ക് എന്താനന്ദം ശിവ ശിവ ഹരേ ഹന്തഭാഗ്യം ജനാനാം. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഓം പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രണാമം മോഹൻജി. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. 2 ശ്ലോകമാണ് നമ്മൾ ഒരു സമയത്ത് എടുത്തത്. ഇവിടെ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. 1 മുതൽ 9 വരെയുള്ള സ്കന്ധത്തിലെ ഭാഗങ്ങളാണ് 36 ദശകം വരെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുന്ന 3-ാമത്തെ ശ്ലോകമായിട്ടേ ഉള്ളൂ. നോക്കാം. സത്വം യത്തൽപരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവൽ ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം. തൽസ്വച്ഛത്വാദച്ചാദിതപരസുഖചിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാൻ രമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. സത്വം സത്വഗുണം. യത്തൽ പരാഭ്യാമപരികലനതോ പരാഭ്യ മറ്റ് ഗുണങ്ങളോട്, പരമായിട്ടുള്ള ഗുണങ്ങളോട്. അപരികലനത സത്വഗുണം മറ്റുള്ള ഗുണങ്ങളോട് ഇടകലരാത്തത് കൊണ്ട്. നിർമ്മലം തേന താവത് നിർമ്മലം സത്വഗുണം മാത്രമാണ് ഭഗവാൻ എന്നർത്ഥം. മറ്റു ഗുണങ്ങളോടൊന്നും ചേരാത്തത് കൊണ്ട് ആ തേന താവൽ ആ സത്വഗുണം കൊണ്ട് തന്നെ ഭൂതൈഹി ഭവിച്ചിട്ടുള്ള അഥവാ ഉണ്ടായിട്ടുള്ള ഭൂതേന്ദ്രിയൈഹി തേ വപു ഭൂതേന്ദ്രിയങ്ങൾ, അതായത് പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ട് 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാണ് തേ വപു അങ്ങയുടെ ആ കോമളമായിട്ടുള്ള രൂപം അവിടെ വിരാജിക്കുന്നത് എന്ന് വ്യാസവാക്യം, വ്യാസമഹർഷിയുടെ വചനങ്ങൾ. ഭഗവാൻ ഒരു രൂപം തന്നെ കൊടുത്തിരിക്കുകയാണ്. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആണ് ഭഗവാന്റെ കോമള രൂപം എന്ന് വ്യാസരുടെ വാക്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും നമ്മളെപ്പോലെ ഒരു രൂപം എടുത്ത് ഭഗവാനെ കാണുകയാണ് മേൽപ്പത്തൂര് എന്നർത്ഥം. അത് ബഹുശ ശ്രൂയത്തെ, ബഹുശ അതായത് എല്ലാ പുരാണങ്ങളിലും 18 പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിലും ശ്രൂയത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. വ്യാസവാക്യത്തിൽ വ്യാസർ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൽ സ്വച്ഛത്വാത് അതിൻ്റെ സ്വച്ഛത കൊണ്ട്, നിർമ്മലത കൊണ്ട്, ചിദാനന്ദരസം അച്ഛാദിത പരസുഖ ഒരു മറവില്ലാത്ത ആ പരമമായ ആനന്ദരസം പരച്ചിൽ ഗർഭനിർഭാസരൂപം ആ ആനന്ദരസം
അന്തർഭാഗത്തിൽ വഹിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രകാശ സ്വരൂപമായിട്ടുള്ള തൽവപു യത്. ആ തൽവപു, ആ ഭഗവാന്റെ വപുസ് അല്ലെങ്കിൽ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ വിഗ്രഹം ഏതൊന്നുകൊണ്ടോ ശ്രുതി മതിമധുരേ, അത് ശ്രുതിക്ക് കേൾക്കാനും അത് മധുമധുരെ അന്ധകരണത്തിനും മറ്റു ഉള്ളിൽ ആനന്ദം കൊടുക്കുന്നതും അതുപോലെ എളുപ്പം ഗ്രഹിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള തേ തസ്മിൻ വിഗ്രഹേ, അങ്ങയുടെ കാണുന്ന വിഗ്രഹത്തിൽ ധന്യാരമന്തി, ആരാണ് ആ വിഗ്രഹത്തിൽ രമിക്കുക? ധന്യന്മാർ, ഭക്തന്മാരാണ് ആ ഭഗവാന്റെ വപുസ്സിൽ രമിക്കുന്നത്. അല്ലാതെ ആർക്കും തോന്നില്ല. ആ വിഗ്രഹം അവിടെ ഇരുന്നാലും ചിലപ്പോൾ ക്ഷേത്രക്കര പാപി പറഞ്ഞ പോലെ അവിടെ പോയി തൊഴാനോ കാണാനോ ആ വിഗ്രഹത്തിൽ ഭഗവാനെ കാണാനോ ആർക്കും സാധിക്കില്ല എന്നർത്ഥം. ആ ഭഗവാനാണെങ്കിലോ സകല പ്രപഞ്ചത്തിനും കാരണഭൂതനാണ്. ആ കാരണഭൂത ആ മായയാണെങ്കിലോ ത്രിഗുണങ്ങളോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ത്രിഗുണങ്ങളായിട്ടാണ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, അല്ലേ? ഈ പ്രപഞ്ചത്തിൽ ത്രിഗുണങ്ങളാണ്. അതുകൊണ്ടാണ് അത് സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ 3 ഗുണങ്ങളെ എടുത്തു മാറ്റിയിട്ട് സത്വഗുണത്തെ മാത്രം, ആ സത്വഗുണം നിർമ്മലമാണ്, പ്രകാശാത്മകമാണ്, ഒരിക്കലും ദോഷം ഇല്ലാതാക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന ആ പരമപുരുഷൻ, നിസ്സംഗനായിരിക്കുന്ന പുരുഷനും സുഖങ്ങളിൽ ആസക്തിയെ ഉണ്ടാക്കുന്നു എന്നാണ്. ഏത് വിഷയത്തിലാണെങ്കിലും ഒരാൾക്ക് ആസക്തി ഉണ്ടായാൽ അത് കേവലം സത്വഗുണത്തിലാണെങ്കിൽ അതെ ബദ്ധനായി കഴിഞ്ഞാൽ ബന്ധം തന്നെയാണ്. അതേമാതിരി തമോ ഗുണങ്ങളിലും രജോ ഗുണങ്ങളിലും മാത്രമല്ല ഈ ബന്ധനം സംഭവിക്കുന്നത് എന്ന് പറയുന്നു. സത്വഗുണം കൊണ്ട് ബന്ധനായിട്ടുള്ള ഒരു പുരുഷൻ തനിക്ക് ഗുണങ്ങൾ കിട്ടുന്തോറും അതിൽ ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. ആ ഗുണം വർദ്ധിക്കുന്തോറും, സത്വഗുണം മാത്രമാണ് വർദ്ധിക്കുന്നത് എന്ന് വെച്ചാലോ, താൻ അനുഷ്ഠാനങ്ങളൊക്കെ യാതൊരു ഫലേച്ഛ കൂടാതെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ദേവതകളെ, ഭഗവാനെ ആരാധിക്കാൻ തോന്നും. അങ്ങനെയുള്ള വ്യക്തിക്ക് എന്തുണ്ടാവും? ഓജസ്സുണ്ടാവും, തേജസ്സുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതൊക്കെ ആ ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പം സത്വഗുണപ്രധാനനായിട്ടുള്ള ഒരു പുരുഷൻ പൂർണ്ണ മനസ്സോടുകൂടി ആ വ്യക്തി ദാനധർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും അതുപോലെ സകല ചരാചരങ്ങളിലും പരമ സുഖലബ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ദമ, ശമ, സത്യം, അഹിംസ, ധർമ്മം, ക്ഷമ ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ട് അതിൽ അനുഷ്ഠാനങ്ങൾ കൂടുന്തോറും ആ വ്യക്തിക്ക് സത്വഗുണത്തിൻ്റെ കാരണം കൊണ്ട് രജസ്സും തമസ്സും അവിടെ ഇല്ലാതെ പൂർണ്ണ സത്വഗുണത്തിൽ രമിക്കാൻ സാധിക്കണു എന്നാണ്. എന്നാൽ രജോ ഗുണമാണ് ഉണ്ടായിരിക്കണതെങ്കിലോ കർമ്മത്തിൽ ആസക്തി ഉണ്ടാവും. നേരത്തെ പറഞ്ഞുല്ലോ ഭഗവത്ഗീതയിൽ. അപ്പോൾ കാമങ്ങളൊക്കെ ഉണ്ടാവും. ആ കാമങ്ങൾക്കായിക്കൊണ്ട് അന്യദേവതകളെ ആരാധിക്കാൻ തുടങ്ങും. യക്ഷിമാർ, അതായത് യക്ഷന്മാർ, ഗന്ധർവന്മാർ, ഇങ്ങനെയുള്ള അന്യദേവതകളെ. എന്തുകൊണ്ടാണത്? അവർക്ക് ഭക്ഷണത്തിൽ എരിവ് പുളിയൊക്കെയാണ് താല്പര്യം. ഭക്ഷണമാണല്ലോ നമ്മളുടെ സ്വഭാവത്തെ രൂപവൽക്കരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളോട് താല്പര്യം ഉണ്ടാവും. ചുടുള്ള ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആ ആഗ്രഹങ്ങൾ കാരണം അവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്കായി കൊണ്ടുള്ള ദേവതകളോടായിരിക്കും പ്രിയം ഉണ്ടാവുക. നേരെ മറിച്ചോ തമോ ഗുണമാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും തമോ ഗുണമാണ് ഭയങ്കരമായിട്ടുള്ളത്. ആ തമോ ഗുണത്തിൽ നിന്നാണ് നമുക്ക് അജ്ഞാനം ഉണ്ടാവുന്നത്, അതുപോലെ നമ്മൾക്ക് ആലസ്യം ഉണ്ടാവുന്നത്, നിദ്ര ഉണ്ടാവുന്നത്, പ്രമാദം ഉണ്ടാവുന്നതൊക്കെ ആ തമോ ഗുണത്തിൽ നിന്നാണ്. അത് എന്താവുന്നു? നമ്മളെ ബന്ധിക്കുന്നു. നമ്മൾക്ക് ഭഗവത്ഗീത പറഞ്ഞു തന്നു, യജന്തേ സാത്വികാ ദേവാൻ
യക്ഷരക്ഷാംസി രാജസാ. സാത്വിക ദേവ, സാത്വികന്മാർ ദേവന്മാരെ ആരാധിക്കുന്നു. രജോ ഗുണികൾ യക്ഷരക്ഷാംസി യജന്തേ. പ്രേതാൻ ഭൂതഗണാംശ്ച അന്യേഹെ. താമസന്മാർ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ഒക്കെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഹിംസ, കോപം, അസത്യം ഇതൊക്കെ താമസന്മാരുടെ സ്വഭാവമാണ്. പക്ഷെ ദുഷ്ട ആത്മാക്കളെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ടാണല്ലോ ഭഗവാൻ എപ്പോഴെപ്പോഴൊക്കെ ഭൂമിയിൽ വരുന്നത്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതും അതുകൊണ്ടാണ്. എപ്പോഴെപ്പോഴൊക്കെ നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് ആസുരീക ചിന്തകൾ വർദ്ധിച്ചു വരുമ്പോൾ അവിടെ ഭഗവാന്റെ ആവിർഭാവം കാണാം. ദുഷ്ടസംഹാരം വഴിയായിട്ട് അധർമ്മത്തെ നശിപ്പിക്കാനായിട്ട് ഭഗവാൻ ഇവിടെ വന്നു ചേരും. ദുഷ്ടന്മാരെ കൊല്ലുന്നതിനേക്കാൾ ഭഗവാന്റെ ശ്രദ്ധ എന്തിനാണെന്നറിയോ? ശിഷ്ടന്മാരെ പരിപാലിക്കാനാണ്, തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദുഷ്ടന്മാരെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടല്ല. അതുകൊണ്ടാണല്ലോ ഹിരണ്യകശിപുവിനെ കൊല്ലേണ്ടി വന്നത്. തൻ്റെ ഭക്തനായിട്ടുള്ള ദേവന്മാരോട് പറഞ്ഞുവല്ലോ, തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദനെ തൊട്ട് കളിക്കുമ്പോൾ ഞാൻ അവിടെ വരുന്നതാണ്. തൻ്റെ ഭക്തന്മാരെ ആരാണോ ഉപദ്രവിക്കുന്നത് അപ്പോൾ ഭഗവാന് വരാതിരിക്കാനാവില്ല എന്നാണ്. അതിനുവേണ്ടി ശിഷ്ടരെ സംരക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ആവിർഭവിക്കുന്നു. ഇവിടെ രജതമസ്സുകളുടെ സമ്പർക്കം തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ശ്രീകോവിലിനകത്തിരിക്കുന്ന ആ വിഗ്രഹം ശുദ്ധ സത്വഗുണം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് മേൽപ്പത്തൂർ കാണിച്ചു തരുന്നു. ചക്ഷുസ്, ശ്രോത്രം, ഘ്രാണം, രസനം, ത്വക്ക് ഇങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്, പാണി, പാദം, പായു, വസ്ത്രം ഇങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, അതുമാതിരി പഞ്ചഭൂതങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഭഗവാന്റെ ലീലാ കോമളമായ വിഗ്രഹത്തെ നമുക്ക് വേദവ്യാസ മഹർഷി അഷ്ടാദശ പുരാണങ്ങളിലൂടെ നമ്മൾക്ക് കേൾപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് കാണിച്ചു തരണു ആ ശ്രീലകത്തിൽ ഇരിക്കുന്ന ഭഗവാൻ. വേദവ്യാസ മഹർഷിയും ഭഗവാന്റെ തന്നെ അംശമാണ് എന്ന ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആ രൂപത്തെ നമുക്ക്, പൂർണ്ണ അവതാരത്തെ നമുക്ക് ഭഗവാൻ രൂപം മേൽപ്പത്തൂര് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പം ശുദ്ധ സത്വം കൊണ്ട് ഉണ്ടായത് കൊണ്ട് അങ്ങയുടെ രൂപം എങ്ങനെയുണ്ടെന്നാ പറയണേ? സ്ഫടികം പോലെ അതിസ്വച്ഛമായിരിക്കണം. സ്ഫടികമണിയിലെ ഭഗവാന്റെ ആ തേജോമയ രൂപം എങ്ങനെയാണോ ആദിത്യൻ ബിംബിക്കിച്ച് കാണിക്കുന്നത് അതുപോലെയാണ് അവിടെ ശ്രീലകത്ത് ഭഗവാന്റെ തിരുരൂപം അങ്ങനെ വിലസുന്നത്. അത് കണ്ടിട്ടും മേൽപ്പത്തൂരിന് മതിയാവുന്നില്ല. ആ കോമള വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോഴന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദം അവിടെ നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഒരു മറവോ മുറിവോ ഒന്നുമില്ലാത്ത പരമാനന്ദം നമ്മൾക്ക് മേൽപ്പത്തൂര് കാണിച്ചു തരുന്നു. അല്ലേ? നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. ഈ മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിലൂടെയും ഭാഗവത കഥകളിലൂടെയും നമ്മൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളവരാണ്. ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന നിർവൃതിയില ആനന്ദം അനുഭവിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള പഞ്ചഭൗതികമായ ശരീരമാണ് എന്ന് നമുക്ക് തോന്നുകയാണ്, അങ്ങനെ കാണുകയാണ് നമ്മൾ. അങ്ങനെ കാണുന്നത് നല്ല രസമാണ്. ഭഗവാൻ നമ്മളുടെ കൂടെ ഒരു ഉണ്ണിയായിട്ട് എവിടെയും കളിക്കുന്നുണ്ട് എന്ന് കണ്ടു നോക്കൂ. എപ്പോഴും നമ്മളുടെ കൂടെ, നമ്മൾ എന്തെടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമ്മളുടെ കൂടെ ഒരു കണ്ണൻ നമ്മൾ സങ്കല്പിച്ചു നോക്കൂ. ആ സങ്കല്പം അവിടെ ദൃഢാവുകയും അങ്ങനെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കൊന്നുമല്ല, നമ്മളുടെ കൂടെ കണ്ണനുണ്ട്. ആ കണ്ണനോട് നമ്മളിങ്ങനെ ഓരോന്ന് കൊഞ്ചിക്കൊണ്ട്, അല്ലേ? ആ വികൃതികളൊക്കെ അമ്പാടിയിൽ കാണിച്ചിരുന്ന വികൃതികളൊക്കെ നമ്മളുടെ കൂടെ കാണിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറില്ലേ? അത് തന്നെയാണ് മേൽപ്പത്തൂരിന് ഇപ്പോൾ അവിടെ കാണുന്നത്. ഇങ്ങനെ പ്രേമ ലക്ഷണമായിട്ടുള്ള ഭക്തിയാണ് മേൽപ്പത്തൂര് നമുക്ക് കാണിച്ചു തരണവേ. അങ്ങനെയുള്ള ഒരു ഭഗവത് മൂർത്തി ശുദ്ധ സത്വമയമാണ്, നിഷ്കള ബ്രഹ്മമാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. നിഷ്കള ബ്രഹ്മം എന്ന് പറയുന്നതും സച്ചിദാനന്ദ മൂർത്തി എന്ന് പറയുന്നതും
സാക്ഷാൽ സ്വരൂപം എടുത്തിട്ടുള്ള കണ്ണൻ എന്ന് നമ്മൾ വിളിക്കുന്നതും ഒക്കെ ഒന്നാണ്. ആ ആനന്ദരൂപമാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ, ഈ ദശകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെ ഒന്നും കൂടി സമർപ്പിക്കുകയാണ് 4-ാമത്തെ ശ്ലോകത്തിലൂടെ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാ വീര്യം നിറഞ്ഞിരിക്കുന്ന നിത്യപൂർണേ നിറഞ്ഞിരിക്കുന്നത്, എപ്പോഴും നിറഞ്ഞിരിക്കുന്നത്, നിരവധി പരമാനന്ദ ദേശങ്ങളെ കൊണ്ടോ കാലങ്ങളെ കൊണ്ടോ ഒന്നും പരിച്ഛേദിക്കപ്പെടാതെ പരമാനന്ദത്തോട് കൂടിയത്, പീയൂഷരൂപേ അമൃതരസത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ തിരുരൂപം, ആ രൂപത്തോട് കൂടിയിട്ടുള്ള, അതല്ലെങ്കിൽ അതിരില്ലാത്ത പരമാനന്ദത്തിന് കാരണമായി അമൃതസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ. നിർലീനാനേകമുക്താവലി ഉള്ളിൽ ലയിച്ച ആ പരമമൂർത്തി, ഉള്ളിൽ ലയിച്ച എത്രയോ മുക്തന്മാര്, ആ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനിൽ ലയിച്ചിട്ടുള്ള എത്ര മുക്തന്മാരെ നമുക്കറിയാം അല്ലേ. അവരുടെ സുഭഗതമേ മനോഹരമായിട്ടുള്ള, ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന അനേകം മുത്തുകളുടെ കൂട്ടം കൊണ്ട് മനോഹരമായിട്ടുള്ള, നല്ല നല്ല രത്നങ്ങളെ കൊണ്ട് കോർത്ത അതിമനോഹരമായിട്ടുള്ള ഒരു മാലയെ എന്ന പോലെ ഉപമിക്കുന്നു. അമൃത സ്വരൂപനായിട്ടുള്ള ഭഗവാനെ അമൃതിന് തുല്യം എന്ന് ഉപമിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് മുത്തുകളെ കൊണ്ട് കോർത്തൊരു മാല ഉള്ളിലിങ്ങനെ കാണുകയാണ്. അങ്ങനെ എന്താ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലേ ഭഗവാന്റെ ഉച്ചപൂജയുടെ വിശേഷങ്ങൾ. എന്തൊരു രസമാണ് കേൾക്കാൻ. ഓരോ ദിവസത്തിലുള്ള ആ വിശേഷം തിരുമേനി പറഞ്ഞു തരുമ്പോൾ ഭഗവാനിൽ അങ്ങോട്ട് ലയിക്കുകയാണ് നമ്മൾ. ആ ചേതോഹര രൂപത്തിൽ അങ്ങോട്ട് ലയിക്കുക നമ്മൾ. ആ തിരുമുടിമാല കാണുന്നു, മാലകളൊക്കെ കാണുന്നു, ഓരോരോ രൂപത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അങ്ങനെയുള്ള ആ ആനന്ദമാണ് ഇപ്പോൾ ഇവിടെ മേൽപ്പത്തൂര് പറഞ്ഞു തരുന്നത്. അതേ ആനന്ദം ആ തിരുമേനി പറയണതിൽ അങ്ങ് ലയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഒരു ആനന്ദം, അതിമനോഹരമായിട്ടുള്ള നിർമ്മല ബ്രഹ്മസിന്ധോ, ഒരു സമുദ്രത്തിനെ പോലെയാണ് പറയണത്. നിർമ്മലമായിരിക്കുന്ന ബ്രഹ്മം ഒരു സമുദ്രം പോലെ, ആ സമുദ്രം പോലെ വിമലതരം സത്വം. അതെങ്ങനെയാണ്? പൂർണ്ണ സത്വസ്വരൂപമാണ് അത്. കല്ലോലോല്ലാസ തുല്യം, അതിലിങ്ങനെ നിറയെ തിരമാലകൾ ലീലാവിലാസം നടത്തുക. ഇപ്പൊ ഇവിടെ ഭഗവാനെ കാണുമ്പോഴന്നെ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ ഒരു സമുദ്രത്തിലെ തിരമാല പോലെ ഉള്ളിൽ മിന്നിമറിയാണ് മേൽപ്പത്തൂരിന്. ഭഗവാൻ എന്തൊക്കെ ലീലകൾ ആടിയിട്ടുണ്ടോ അതൊക്കെ എപ്രകാരം സമുദ്രത്തിൽ ഒരു തിരമാല ഇങ്ങനെ വന്ന് കളിച്ച് അങ്ങനെ ഓളങ്ങൾ വെട്ടിപ്പോകുന്ന പോലെ അങ്ങ് വന്നു, അതങ്ങോട്ട് ലയിച്ചു പോണു. ഈ ലീലകൾ ഇങ്ങനെ മനസ്സിൽ ഒന്ന് കണ്ടു നോക്കൂ, എന്തൊരാനന്ദ. ഇതി അഹോ, ഇതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തത് ആത്മാത്വം, ആ ശുദ്ധ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ. കസ്മാന്നോ നിഷ്കളഹ, എന്തുകൊണ്ട് നിഷ്കളൻ തന്നെയാണ്, എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കസ്മാത് നഹ നോ നിഷ്കള, എന്തുകൊണ്ട് ഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ നിഷ്കളൻ തന്നെയാണ് ഭഗവാൻ. ഹേ ഭഗവാനെ, സകള ഇതി വച, സകള എന്ന വചനം അങ്ങയുടെ അംശാവതാരങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്നത് എന്നർത്ഥം. ഇവിടെ ഒരു ബ്രഹ്മം സമുദ്രത്തിന് തുല്യമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് മേൽപ്പത്തൂര്. ബ്രഹ്മത്തെയും സമുദ്രത്തെയും ഒന്നുപോലെ കാണുകയാണ്. ബ്രഹ്മം നിഷ്കളനാണ്, നിഷ്കമ്പനാണ്. അതേപോലെ ഒരു ഇളക്കവും ഇല്ലാത്തതാണ് ആ കാണുന്ന ഭഗവാൻ. എന്നാലോ
ഗംഭീരമാണ്, നിത്യപൂർണനാണ്. ഒരു കാലത്തിലും സമുദ്രം, നല്ലൊരു ഉപമയാണ് മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത്. എത്ര മഴക്കാലത്തോ എത്ര വേനൽക്കാലത്തോ ഒരു സമുദ്രം കര കവിയോ, വെള്ളം ഇല്ലാണ്ടാവുമോ, വെള്ളം നിറഞ്ഞു തുളുമ്പോ? ഒന്നുമില്ല. അതുപോലെയാണ് ഭഗവാൻ എന്നാണ്. നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, കാലത്തിനോ ദേശത്തിനോ ഒന്നും പരിമിതപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ആ അതിരില്ലാത്ത ഭഗവാന്റെ ഒരു അമൃത സ്വരൂപം. എന്തൊരു സൗന്ദര്യം കാണുക, സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെയുള്ള ബ്രഹ്മസിന്ധു, നിർമ്മലമായിരിക്കുന്ന ആ സിന്ധുവില് ലീലാവിലാസത്തോട് കൂടി കാണുന്ന ഭഗവാനെ, ആ സത്വഗുണം എത്രമാത്രാണെന്ന് നമുക്ക് പറഞ്ഞു തരണം. സമുദ്രവും തിരമാലയും രണ്ടും രണ്ടായിട്ട് കാണാം. സമുദ്രം വേറെ, തിരമാല വേറെ. അത് അങ്ങനെ പറയുമെങ്കിലും എന്താ അതിലുള്ളത്? രണ്ടിലും വെള്ളമാണ്. അതുപോലെയാണ് ആ സർവ ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മത്തിലുള്ള ഭഗവാന്റെ ലീലാവിലാസങ്ങളും ഒന്ന് തന്നെയാണ്. അതിന് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ കാണുന്നത് രൂപത്തിൽ കണ്ടോളൂ. ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം കണ്ടോളൂ. ഉണ്ണിക്കണ്ണൻ ഓരോ വികൃതി കാട്ടുന്നത് കണ്ടോളൂ. യശോദമ്മയുടെ പിന്നാലെ നടന്ന് വാശി പിടിക്കുന്നത് കണ്ടോളൂ. ഇതൊക്കെ കണ്ടോളൂ. പക്ഷെ അപ്പം കാണുമ്പോൾ എന്താ വിചാരിക്കേണ്ടത്? ഇത് തന്നെയാണ് ബ്രഹ്മം എന്നും കൂടെ വിചാരിക്കാൻ മറക്കരുത്. അതാണ് പറയണത്. അത് നമ്മൾക്ക് ആ ശുദ്ധ സത്വസ്വരൂപനാണ് ഇത് എന്ന് താത്വികമായിട്ട് കൂടെ നമ്മൾ അറിയണം എന്ന് പറഞ്ഞു തരാണ്. ഇങ്ങനെ ഇതി വചഹ, ഈ പരിപൂർണനായിട്ടുള്ള സക്കളനായിട്ടുള്ള അങ്ങയുടെ അംശാവതാരം എന്ന്, അങ്ങയുടെ ആ പൂർണ്ണ അവതാരം തന്നെയാണ് ഞാൻ ഈ കാണുന്നത് എന്ന് മേൽപ്പത്തൂര് ഉറപ്പിച്ച് പറയാണ്. ഭഗവാന്റെ ഒരു അംശമൊന്നുമല്ല, കാണുന്നത് പൂർണ്ണം തന്നെയാണ് എന്ന് ഇവിടെ ഉറപ്പിച്ച് പറയുന്നു. ആ ദിവ്യ മംഗളസ്വരൂപത്തെ ഇന്നതാണ് എന്ന് നമുക്ക് ബോധിപ്പിച്ചു തരുന്നു. ഒരു മറയോ ഒരു മുറിവോ ഇല്ലാതെ പൂർണ്ണ ഭഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് ഉണ്ണിക്കണ്ണനായിട്ട് ശ്രീലകത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കാൻ പറയാണ്. ആ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ ആ പൂർണ്ണ രൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഭക്തിയെ തരികയാണ് മേൽപ്പത്തൂര് ചെയ്യുന്നത്. അങ്ങനെ വേണം, ഉള്ളിൽ മനസ്സ് നിറഞ്ഞ ഭക്തി ഉണ്ടാവണം. നിർവ്യാപാരോ വിനിഷ്കാരണമജ ഭജസേയൽ ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാഭികാലേ തസ്യാസം ശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഹരേ കൃഷ്ണ. ഹരേ ഭഗവാന്റെ വൈകുണ്ഠരൂപം. നിർവ്യാപാര അപി, ഒരു കർമ്മങ്ങളില്ലാത്ത, എന്നാലും ഒരു ക്രിയകളും വ്യാപാരം അഭി അതില്ലാത്തതാണ്. നിഷ്കാരണമജ ഭജസേ അദ്യഭജസേ, ഈ അങ്ങേ സ്വീകരിക്കുന്നത് ഏതൊന്നുകൊണ്ടോ. എൽ ക്രിയാം ഈക്ഷണാഖ്യാം, ഈക്ഷണമായ പ്രേരണം എന്നതുകൊണ്ട് ഈ അജ എന്നുള്ളത് ജനിക്കാത്തവൻ എന്നാണ്. ഉൽപ്പത്തി വിനാശങ്ങളും ഒന്നും ഇല്ലാത്തതാണ് ഭഗവാൻ. അങ്ങ് ഒരു ക്രിയയും ഇല്ലാത്തവനായിട്ടും മായ കൊണ്ട്, മായ എന്ന പേരോട് കൂടി പ്രവൃത്തിയെ, ക്രിയകളെ ഭജസേയിതിയൽ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടോ തേന അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണോ ലീന പ്രകൃതി അസതി കൽപ്പ അഭികൽപ്പാദികാലെ, അതുകൊണ്ട് ഈ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ അങ്ങ് ലയിച്ചിരിക്കുന്നതും അതുകൊണ്ട് ഇല്ലാത്തതുപോലെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് മായയാണെന്നും കൽപ്പാദികാലത്തിൽ പ്രളയം അവസാനിച്ച് സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് ഉദേതി
ഉദേതി പറഞ്ഞാൽ ഉദിക്കുന്നു, ഉദിക്കുന്നത് പോലെ നമുക്ക് കാണപ്പെടുന്നു. അല്ലാതെ ഉണ്ടാവുകയല്ല, ഉദിക്കുന്നത് പോലെ നമുക്ക് കാണപ്പെടുന്നു. സ്വമഹിമാ വിഭവാകുണ്ഠ, അങ്ങയുടെ വൈഭവം ഒരിടത്തും ഒരു തടയലും ഇല്ലാതെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേ വൈകുണ്ഠ, ഭഗവാനെ വിളിക്കുകയാണ്. ഹേ ഭഗവാനെ സത്വം, അങ്ങ് ആ മായാപ്രേരകമായ സംശുദ്ധമായിട്ടുള്ള, അതായത് സത്വ തമോ രജോ തമോ ഗുണങ്ങളില്ലാതെ പൂർണ്ണ സത്വഗുണത്തോട് കൂടിയിട്ട് ഒന്നിനെ മറയ്ക്കാതെ അതിരോധായകം, തം അതിരോധായകം സത്വരൂപം, ഒന്നിനെയും മറയ്ക്കപ്പെടാതെ പൂർണ്ണ സത്വഗുണമായിട്ടുള്ള തം അങ്ങ് തസ്യ കമഭി അംശം, ആ മായയുടെ ഒരംശത്തെ എടുത്തിട്ട് എന്ത് ചെയ്തിരിക്കണോ? രൂപം ദദാസി, ഇവിടെ രൂപം എടുത്തിരിക്കണു. ഇപ്പം ഇവിടെ രൂപം എടുത്ത് മേൽപ്പത്തൂർ കാണുകയാണ്. പക്ഷെ അത് കാണുമ്പോഴും ഉറപ്പിച്ച് പറയാണ്, എന്താണെന്ന് സ്ഥിരീകരിക്കുകയാണ്. താൻ കാണുന്നത് അജനാണെന്നും അവ്യയനാണെന്നും യാതൊരു ക്രിയകളും ഇല്ലെങ്കിലും കൂടെ എന്തിനു വേണ്ടി മായ കൊണ്ട് ഒരു രൂപമെടുത്ത് എന്നിട്ട് കർമ്മത്തിൽ വ്യാപരിക്കുകയാണെന്നും, ആ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ എപ്പോഴാണോ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ അതെല്ലാം തന്നിലേക്ക് അടക്കണോ, പ്രളയം അവസാനിക്കുന്ന സമയത്ത് സത്വമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എല്ലാത്തിനെയും തന്നിൽ നിന്ന് ഉദിച്ചുയരുന്നത് പോലെ ആവിർഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് തൻ്റെ ഒരു അംശം കൊണ്ട് ഈ ലീലാവിഗ്രഹം ധരിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ഭഗവാൻ എന്തൊക്കെ ഇല്ല, ജനനം മുതലായിട്ടുള്ള 6 വികാരങ്ങളും ഇല്ല. ജനിക്കുക, വളരുക, അങ്ങനെ ക്ഷയിക്കുക, നിലനിൽക്കുക, ഇതൊക്കെ നമ്മൾക്ക് ഈ മനുഷ്യനുള്ളതാണ്, അല്ലെങ്കിൽ ഭവിച്ചിട്ടുള്ളവർക്കുള്ളതാണ്. ഭഗവാൻ ഭവിക്കാത്തത് കൊണ്ട്, ഭഗവാൻ സ്വതവേ ഉള്ളത് കൊണ്ട് ഈ 6 ഭാവവികാരങ്ങളും ഭഗവാനില്ല. അത് അങ്ങനെയുള്ള ഭഗവാൻ സ്വതേ നിർവ്യാപാര അപ്പി, ഒരു ക്രിയയും ഇല്ലാത്തതാണെങ്കിലും പ്രപഞ്ച സൃഷ്ടിക്കായിക്കൊണ്ട് മായ കൊണ്ട് ഈ കടാക്ഷിക്ക, ഈക്ഷണാഖ്യ, ഒന്ന് കടാക്ഷം ചെയ്യുന്നേ ഉള്ളൂ. മായ കൊണ്ട് ആ കടാക്ഷം ചെയ്യുന്നത് ആർക്കും പറയാൻ സാധിക്കില്ല, ഒന്ന് നോക്കേ വേണ്ടു. അപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കണത്. എന്നാലോ അതെന്താന്നുള്ളത് നമുക്ക് മായ കൊണ്ട് മനസ്സിലാക്കണം പറ്റണമില്ല. അങ്ങനെയുള്ള ആ കടാക്ഷം കൊണ്ട് ഇതൊക്കെ ഇതാ നമ്മളുടെ മുന്നിൽ ഭവിച്ചിരിക്കുന്നു. എല്ലാം സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഒക്കെ ഒരു ഈക്ഷണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം ഇവിടെ ഭഗവാൻ എല്ലാം പ്രളയത്തിൻ്റെ ആരംഭത്തിൽ തന്നിലേക്ക് എല്ലാം ലയിപ്പിക്കുന്നു. പഞ്ചീകൃതമായിട്ടുള്ള സകല ചരാചരങ്ങളും പഞ്ചഭൂതങ്ങളിലും അതിൻ്റെ തന്മാത്രകളിലും ഒക്കെ ലയിച്ചു പോയിട്ടുള്ള തന്മാത്രകൾ, അഹങ്കാരത്തിൽ അഹങ്കാരം മഹത്തത്വത്തിൽ, മഹത്തത്വം പ്രകൃതിയായിട്ടുള്ള മായയിൽ അങ്ങനെ ലയിച്ചു പോയിട്ട് പിന്നീട് പ്രപഞ്ചാകാരമായി പരിണമിക്കാൻ ഭഗവാന്റെ ഒരു ദൃഷ്ടി വേണ്ടി വന്നുള്ളൂ, ഭഗവാന്റെ ഒരു സങ്കല്പേ വേണ്ടി വന്നുള്ളൂ. അങ്ങനെയാണ് അത് കാണത്തക്കതായി തീർന്നിരിക്കുന്നത് എന്ന് പറയാണ് ഭഗവാൻ. ഇങ്ങനെ മായ സത്താണോ അസത്താണോ ഇത് രണ്ടും പറയാൻ പറ്റില്ല. മായയുണ്ട്, അതുകൊണ്ടാണല്ലോ. പക്ഷേ അത് ബ്രഹ്മത്തിന് ബാധകമല്ല, ഈശ്വരന് ബാധകമല്ല. അഗ്നിയുടെ ധർമ്മം ചൂടാണ്. ഈ ചൂട് അഗ്നിയിൽ നിന്ന് വേർപെട്ടിരിക്കില്ല. അതുപോലെയാണ് പരമാത്മാവിൻ്റെ ആ ശക്തിയിലാണ്. അത് മായ, പക്ഷേ അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കില്ല. ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ മായയ്ക്കും ആവില്ല. അതുകൊണ്ട് പ്രളയകാലത്തിൽ ഈ മായയും ശാന്തമായിട്ട് മായയെ പരമാത്മാവിലേക്ക് തന്നെ ലയിക്കുന്നു. എല്ലാം പരമാത്മാവിലേക്ക് തന്നെ ലയിക്കുന്നു. കൽപ്പാദി കാലത്തിൽ എല്ലാം സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായി വരുന്നു എന്നാണ്. അങ്ങനെയുള്ള കുണ്ഠതകളില്ലാത്ത വൈകുണ്ഠം എന്നൊക്കെ പേരിടുമ്പോഴേ, വീടിനൊക്കെ പേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? കുണ്ഠതകളില്ലാത്ത.
നമ്മളൊക്കെ വീടുകൾക്കൊക്കെ ചിലപ്പോൾ പേര് കാണും വൈകുണ്ഠം എന്ന്. പക്ഷെ അവിടെ കുണ്ഠത മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഈ പേര് ഓർക്കുമ്പോഴെങ്കിലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ളതിനാണ് അല്ലേ. വൈകുണ്ഠം എന്ന് പറയുമ്പോഴെങ്കിലും മനസ്സ് ശാന്തമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓർക്കണം. ഏത് നാമങ്ങൾക്കും അർത്ഥമുണ്ടല്ലോ. ഇവിടെ വൈകുണ്ഠം, കുണ്ഠതകൾ ഒന്നുമില്ലാതെ ജാഗരൂകനായിരിക്കുന്ന ആ ഭഗവാൻ, വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാൻ, ഒരു ചേഷ്ടകളും ഇല്ലാത്തവനാണെങ്കിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ശുദ്ധ സത്വസ്വരൂപമായി ലീലകളെ ചെയ്തുകൊണ്ട് സ്വന്തം ഇച്ഛ കൊണ്ട് ഓരോ ലീലകളിലും ഏർപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് നാലോ മായയെ കീഴ്പ്പെടുത്തിയിട്ടുമുണ്ട്. ആ മായയെ തന്നിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ബ്രഹ്മചൈതന്യത്തെ തീരെ മറയ്ക്കാതെ തന്നിലെ സത്വഗുണത്തെ പൂർണ്ണമായി മനസ്സിലാക്കി തന്നുകൊണ്ട് എന്നാണ്. അപ്പോൾ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞത് ആ ഭഗവത് സ്വരൂപത്തെ, ഭാഗവതത്തിൽ പറഞ്ഞ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടെ കാണും. ഭാഗവതത്തിലെ ചില കാര്യങ്ങളൊന്നും മേൽപ്പത്തൂർ ഇവിടെ എടുത്തു കാണിച്ചിട്ടില്ല. പാണ്ഡവന്മാരിൽ നിന്ന് കഥ ആരംഭിച്ചതോ അല്ലെങ്കിൽ കുന്തി സ്തുതിയോ ഭീഷ്മസ്തുതിയോ അതൊന്നും ഇവിടെ കാണില്ല. ഇവിടെ ഇങ്ങനെ ആ ഭഗവാന്റെ ഉൽപ്പത്തിയെ വർണ്ണിച്ചിട്ട് പിന്നെ ഇനിയുള്ള ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് 6-ാമത്തെയും 7-ാമത്തെയും ശ്ലോകം കൊണ്ട്. എന്തിൽ നിന്നാണ് ഭഗവാൻ ഉണ്ടായത്? ആ ഭഗവാൻ പ്രളയത്തിൽ ഈ പഞ്ചഭൂതങ്ങളും അല്ലെങ്കിൽ 11 ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും ഒക്കെ തന്നിൽ നിന്ന് ആവിർഭവിച്ചതും ഈ ലോകമുണ്ടായതും അവസാനം ഈ ലോകം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതുമായിട്ടുള്ള മഹാത്മ്യത്തെ പറഞ്ഞിട്ടാണ് ഇനി ഭഗവാന്റെ സ്വരൂപവർണ്ണന പറയുന്നത്. പറയുന്നു, തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവളി കേളികാരം, തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവളി കേളിഭാരം, ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം, ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്ത സിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുദാഗരനാഥ. തത്തേ തത് അങ്ങയുടെ പ്രത്യഗ്രധാരാധരലളിത കലായാവളി കേളികാരം. പ്രത്യഗ്രധാര പുതുതായ ഉണ്ടായ കാർമേഘം പോലെ ലളിതമായ അല്ലെങ്കിൽ മനോഹരമായ കലായാവളി കേളികാരം, പുതിയ മഴയിൽ പുതിയതായി ഉണ്ടായ കേളികാരം, കായാമ്പൂവിൻ്റെ കൂട്ടം, അതിൻ്റെ ലീലാവിലാസത്തെയും ലാവണ്യസ്യ അതിൻ്റെ ലാവണ്യത്തെയും ഏകസാരം അതിൻ്റെ സാരാംശമായിട്ട് സുകൃതി ജനദൃശാം സുകൃതം ചെയ്ത മനസ്സുകൾക്ക് കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരം പൂർണ്ണമായ പുണ്യാവതാരമായിട്ടുള്ളതും ലക്ഷ്മി നിശങ്കലീലാ നിലയനം ലക്ഷ്മി ദേവിക്ക് നിശങ്കം ഒരു സംശയമില്ലാതെ കളിയാടാനുള്ള ഒരു സ്ഥലം ഭഗവാന്റെ മാറിടം അതിനുള്ള ഗൃഹമായിട്ടും സഞ്ചിന്തകാനാം ചിന്തകാനം അതായത് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ അമൃതസ്യന്തസന്തോഹം ബ്രഹ്മാനന്ദമാകുന്ന അമൃതധാരയ സിഞ്ചൽ അമൃതധാര വർഷിക്കുന്ന തൽ തേ വപു അങ്ങയുടെ വിഗ്രഹത്തെ അനുകലയെ ഞാനിതാ ഇടവിടാതെ ധ്യാനിക്കുന്നു. ആദ്യം ചെന്നിരുന്നു, ഭഗവാന്റെ മഹിമകളെ ഒക്കെ ഇങ്ങനെ ഓർത്തു. അപ്പോഴാണ് ഭഗവാന്റെ രൂപത്തിലേക്ക് മേൽപ്പത്തൂരിൻ്റെ കണ്ണുപോയത്. ആ മനോഹരമായ ആ സൗന്ദര്യത്തെ കണ്ട് ആ സൗന്ദര്യത്തെ നല്ലോണം
മനസ്സിരുത്തി ആസ്വദിച്ചു മേൽപ്പത്തൂര്. അങ്ങനെയാണല്ലോ അല്ലേ. ആദ്യം നമ്മൾ എവിടെയെങ്കിലും പുണ്യക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ, ഒന്നാമത്തെ പ്രാവശ്യം പോകുമ്പോൾ നമുക്കൊന്നും അറിയില്ല, നമ്മൾ അവിടെയൊക്കെ ഒന്ന് കാണുന്നു. വീണ്ടും പോകുമ്പോഴാണ് നമ്മൾക്ക് അതൊക്കെ മനസ്സിലാവുക. അപ്പം അങ്ങനെ മനസ്സിലാവുമ്പോൾ നമ്മൾ ആ ഭഗവാനെ മേൽപ്പത്തൂര് ആ രൂപത്തെ നല്ലോണം കണ്ടു. അങ്ങ് ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഭഗവാനെ ഒന്നും കാണാൻ പറ്റില്ല അല്ലേ. അവിടെ ഇങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ആ പ്രകാശവും അതിൻ്റെ ഉള്ളിൽ ആകെക്കൂടെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ഇനിയും വന്ന് കാണുമ്പോഴാണ് ആ വിഗ്രഹം നല്ലോണം ഒന്ന് കണ്ടില്ലല്ലോ, കണ്ണൻ്റെ തിരുരൂപം ഒന്ന് കണ്ടില്ലല്ലോ, എന്താ അലങ്കാരം ചെയ്തിരിക്കണത്, ആ അലങ്കാരം ഒന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറ്. അങ്ങനെ ആ രൂപത്തെ നല്ലോണം കാണുമ്പോഴാണ് പിന്നെ ആ രൂപം മനസ്സിൽ നിന്ന് പോവാൻ ആർക്കും ഇഷ്ടമല്ല അല്ലേ. ആ രൂപത്തിലങ്ങനെ ധ്യാനിച്ചിരിക്കാൻ എന്താ സുഖം. ആ ഭഗവാന്റെ രൂപത്തെ തന്നെ മനസ്സിലങ്ങനെ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട്, നമുക്ക് അവിടെ തന്നെ നിൽക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ, അപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ പറ്റാണ്ടിയായി. അതുകൊണ്ട് ആ രൂപത്തെ നല്ലോണം മനസ്സിലങ്ങനെ ഇടവിടാതെ ധ്യാനിക്കാൻ തുടങ്ങി മേൽപ്പത്തൂര്. അദ്ദേഹം പറയാണ്, ഭഗവാനെ അങ്ങയുടെ ലീലാവിഗ്രഹത്തെ എപ്പോഴും ഞാനിതാ ധ്യാനിക്കുന്നു. മാരുതാകാരം പഞ്ചപ്രാണങ്ങളും അധിവസിക്കുന്ന ഗൃഹം. ഈ മാരുതാകാരം എന്ന് പറയുമ്പോൾ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്, ഗുരുവായൂർ സ്ഥലം തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഉൾവശവുമാണ്. അവിടെയല്ലേ പ്രാണൻ സഞ്ചരിക്കുന്ന ഗൃഹം. നമ്മൾ അതുകൂടെ താത്വികമായിട്ടുകൂടെ അറിയണം. ഭഗവാനുണ്ട്. ഗുരുവായൂർ ശ്രീലകത്ത് വിളയാടുന്ന ഭഗവാനെ കാണുമ്പോഴും അഥവാ കാണാൻ സാധിക്കാത്തപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മളുടെ ഉള്ളിൽ ആ പഞ്ചപ്രാണങ്ങളും അധിവസിക്കുന്നതായിട്ടുള്ള മാരുതൻ എന്ന് പറഞ്ഞ പ്രാണങ്ങളാണ്. ആ ഗൃഹം അത് നമ്മുടെ ശരീരം തന്നെയാണ്. ആ ശരീരത്തിലുള്ള നാഥൻ ഇന്ദ്രിയങ്ങളുടെയും അതിനെയൊക്കെ വേണ്ട പോലെ പ്രവർത്തിച്ച് അതിന് ചൈതന്യം കൊടുക്കുന്ന ജീവസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ശുദ്ധ ചൈതന്യം തന്നെയാണ് മാരുതാകാരനാഥൻ. ഗുരുവായൂര് ഇരിക്കുന്ന ആ ഭഗവാൻ എന്ന് നമ്മളോട് ചേർത്ത് വെച്ച് കാണണം. ഏത് ഭക്തി ഉണ്ടാവാൻ ഭഗവാന്റെ തിരുരൂപം ധ്യാനിക്കുന്നതോട് കൂടി തന്നെ അത് എന്താണ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അതിനോട് ചേർന്ന് പോവാൻ പറ്റുള്ളൂ. ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ എല്ലാ ശരീരത്തിനെ വേണ്ട പോലെ പ്രവർത്തിച്ച് ഉപയോഗിക്കുന്ന ആ ചൈതന്യം, ശുദ്ധ ചൈതന്യം. അത് ആ മാരുതാകാരൻ തന്നെയാണ്. അതാണല്ലോ രഥ കൽപ്പനയിൽ പറയണതും. സൂതൻ തേരിൽ ഇരുന്നു കൊണ്ട് കുതിരകളെ നിയന്ത്രിച്ച് രഥത്തെ വേണ്ട പോലെ നിയന്ത്രിക്കുന്നത് പോലെയാണ് ആ മാധവൻ തേർത്തെളിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ശരീരം വേണ്ട പോലെ പ്രവർത്തിക്കുന്നത്. 5 പഞ്ചേന്ദ്രിയങ്ങളും വേണ്ട പോലെ പ്രവർത്തിക്കുന്നത് ഭഗവാൻ രഥമോട്ടുന്നത് കൊണ്ടാണ്. രഥകൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്ന ആ അടയാളം ഉണ്ടല്ലോ, അർജുനൻ രഥത്തിലിരിക്കണു, അർജുനനായിട്ടുള്ള നമ്മളെ തെളിച്ചു കൊണ്ട് പോകുന്നത് ഭഗവാൻ തന്നെ ആയതുകൊണ്ടാണ് അത് വേണ്ട രീതിയിൽ പോകുന്നത്. അപ്പൊ ഇവിടെ ഇന്ദ്രിയങ്ങളാകുന്ന അശ്വങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരം വേണ്ട വിധത്തിൽ നയിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഇത് തന്നെയാണ് ഗുരുവായൂരപ്പനെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ തന്നെയാണ്, പഞ്ച പ്രാണങ്ങളും അധിവസിക്കുന്ന ഗൃഹനാഥൻ ഭഗവാൻ തന്നെയാണ്, ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രഹ്മാവിനോട് ഭഗവാൻ തപ എന്നുള്ള വാക്ക് പറഞ്ഞുല്ലോ അല്ലേ. അറിയാലോ, ബ്രഹ്മാവ് ആദ്യം ഭഗവാന്റെ നാഭിയിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് അല്ലേ, ചുറ്റിലും നോക്കി താനൊരു താമരത്തണ്ട് ഉയർന്നു നിൽക്കണു. ആ താമരയ്ക്കുള്ളിൽ താനിരിക്കുന്നതാ കാണുന്നത്. ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അങ്ങനെ താഴോട്ട് പോയി നോക്കി, അവിടെയും ഒന്നും കാണാനില്ല. പിന്നെ മേലോട്ട് വന്നപ്പോഴാണ് തപ എന്ന് പറയണത്. അപ്പം ഭഗവാൻ തന്നോട് തപസ് ചെയ്യാൻ പറയുകയാണ്. വിചാരിച്ചാണ് ആ തപസ്സിലേക്ക് മുഴുകിയത്. എന്നെ അറിയാൻ വേണ്ടി, ഞാൻ ആര് എന്നറിയാൻ വേണ്ടി, ബ്രഹ്മാവ് ആരാണ് എന്നറിയാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തപ എന്ന്.
അതുപോലെയാണ് നമ്മൾ ഞാൻ ആര് എന്നറിയണമെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ഉള്ളിലേക്ക്, ആ താമരത്തണ്ടിലേക്ക്, അമ്മയുടെ പൊക്കിൾക്കൊടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോയിട്ട് ഞാൻ ആരാ എന്ന് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ വേണം, ആ കുണ്ടലിനിയുടെ പിങ്ങള നാടികൾക്കിടയിലൂടെ നമ്മളുടെ ധ്യാനം ഉറപ്പിക്കണം. അങ്ങനെ ധ്യാനം ഉറപ്പിക്കുമ്പോഴാണ് ഇവിടെ എന്താ ഉണ്ടായത്, ബ്രഹ്മാവിന് ഭഗവാനെ, വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കണ്ടു. ആ വൈകുണ്ഠമൂർത്തിയെ ആരാണ് ഉപാസിച്ചിരുന്നത്? നമ്മൾ അതിൽ ഭാഗവതത്തിൽ കാണാം, പഞ്ചഭൂതങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, ഈ മനസ്സ് എല്ലാം രൂപമെടുത്ത് ഭഗവാനെ ആരാധിച്ചു കൊണ്ട് നിൽക്കുന്നതാ കണ്ടത്. അതിനർത്ഥം എന്താ? നമ്മൾ തന്നെയാണ്, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് വൈകുണ്ഠം എന്നുള്ളത്. നമ്മൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നാരായണീയത്തിലും നമുക്ക് ഉറപ്പിച്ചു തരുന്നത്. അങ്ങനെ ആ ഭഗവാനെ തന്നെ ഈ പഞ്ചപ്രാണനായിട്ടുള്ള ആ അധിവസിക്കുന്ന ആ ഗൃഹത്തിൽ ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കണ്ണടയ്ക്കുമ്പോൾ അങ്ങനെയുള്ള പ്രാണൻ 5 വായുക്കളുടെയും കോപംകാരനാണ്. വായുക്കൾ കോപിക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് രോഗം ഉണ്ടാവുന്നത്. വായുകോപം എന്നല്ലേ പറയുക. വാതരോഗം വായുകോപാണ്. അപ്പോൾ ഈ പഞ്ചപ്രാണൻ കോപിക്കുമ്പോഴാണ് നമ്മൾക്ക് വാതരോഗം പിടിപെടുക എന്ന് പറഞ്ഞാൽ. നമ്മളുടെ ശരീരത്തിൽ മേലോട്ടും കീഴോട്ടും ഒക്കെ സഞ്ചരിച്ച് പല പേരിലും ദഹിപ്പിച്ചുകൊണ്ടും പോഷക വസ്തുക്കളെ ഓരോ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടും 5 പ്രാണൻ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ 5 പ്രാണൻ, ഏതെങ്കിലും ഒരു പ്രാണന് നമ്മളുടെ ആഹാരം വഴിയോ നമ്മളുടെ മനസ്സ് വഴിയോ ഏതെങ്കിലും കർമ്മങ്ങളെ കൊണ്ടോ എന്തെങ്കിലും ദേഷ്യം വന്നാൽ അപ്പം നമുക്കിട്ട് തരുന്ന പണിയാണ് ഈ വാതരോഗം. അപ്പോൾ വാതരോഗത്തിൻ്റെ അധിപനാരാ? ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ ആശ്രയിക്കലാണ് എന്താ പറയണു, എല്ലാ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഈ വാതരോഗത്തിൻ്റെ സിദ്ധ ഔഷധം ഭഗവാനെ സേവിക്കലാണ് എന്ന് പറഞ്ഞു തരുന്നു. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ് എന്ന് മേൽപ്പത്തൂര് ഒരു ഉദാഹരിക്കുന്നുണ്ട്. തൻ്റെ രോഗം മാറിയത് മാരുതൻ എന്ന് പറയുമ്പോൾ പഞ്ചപ്രാണനാണ് എന്നോർക്കുക. പ്രാണന്റെ ഗൃഹം നമ്മളുടെ ഹൃദയമാണ് എന്നോർക്കുക. ഹൃദയ പുണ്ടരീകത്തിൻ്റെ നാഥൻ ഭഗവാൻ തന്നെയാണ് എന്നോർക്കുക. അങ്ങനെയുള്ള ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ സദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നോർക്കണം. അങ്ങനെ ദർശിക്കുമ്പോഴാണ് നമുക്ക് അതോട് ചേർന്ന് ജീവിക്കാൻ പറ്റുക. എന്നാൽ ഭഗവാന്റെ ലീലാശരീരം എങ്ങനെയാന്ന് പറഞ്ഞു തരുന്നു. പുതിയ ഒരു മേഘം വർഷിച്ചാൽ എന്തുണ്ടാവും? പുതിയ കായാമ്പൂവിൻ്റെ കൂട്ടം പോലെ, അതിമനോഹരമായ കായാമ്പൂ കൂട്ടം പോലെയാണ് കാണുന്നത്. ഒരു നീല കറുപ്പ് രൂപത്തിൽ സകല ഉള്ളിലും എല്ലാവരുടെയും സന്താപത്തെ ഇല്ലാതാക്കുന്ന ആ മനോഹരമായ കായാമ്പൂ കൂട്ടം നിൽക്കുന്ന പോലെയാണ് മേൽപ്പത്തൂരിന് ഭഗവാനെ കാണുന്നത്. ആ രൂപം താപത്രയങ്ങളെ നശിപ്പിക്കുന്നു. 3 വിധ താപങ്ങളാണല്ലോ, ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം ആയിട്ടുള്ള ആ താപങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു എന്നാണ്. അവിടെ ആനന്ദമൂർത്തിയായിട്ടുള്ള ആ കായാമ്പൂ അതിൻ്റെ മധു നുകരാനായിട്ട് ഭക്തന്മാരങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ അടുത്തേക്ക് എപ്പോഴും ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ വേണ്ടി അങ്ങനെ പറന്ന് വരികയാണ്. ആ കായാമ്പൂവിൽ നിന്ന് മധു നുകരാൻ എത്രമാത്രം ഭക്തന്മാർ! ആ മധു നുകർന്ന് എത്ര ഭക്തന്മാരാണ് സായുജ്യം പ്രാപിച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള ആ ശ്യാമള കോമള രൂപത്തെ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരണം. മനോഹരമായിട്ട് ആ ലാവണ്യസ്യൈകസാരം എന്ന് ആ സൗന്ദര്യത്തെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭഗവൻ മൂർത്തി എന്താ പറയുക, എല്ലാ സൗന്ദര്യങ്ങളും കൂടെ എടുത്ത് കടഞ്ഞ് പിഴിഞ്ഞെടുത്ത ഉണ്ടാവുന്ന കരിമ്പിൻ ചണ്ടി പോലെ അല്ലേ? കരിമ്പിൻ ചണ്ടി എല്ലാ സ്വാദും വേർപെടുത്തി തരും. അതുപോലെയാണ് സൗന്ദര്യത്തിൻ്റെ മുഴുവൻ സാരാംശം മുഴുവൻ
കടഞ്ഞെടുത്തതാണ് അത്രേ ഭഗവാന്റെ രൂപം. അങ്ങനെ സുന്ദരമാണ് ആ രൂപം എന്നാണ്. സൗന്ദര്യ പരിപൂർണത അവിടെ മേൽപ്പത്തൂർ കാണുന്നു. അത്ര സൗന്ദര്യം ഭഗവാൻ മൂർത്തിയിൽ. ഇത്രയും സൗന്ദര്യമുള്ളൊരു മൂർത്തി വേറെ ഉണ്ടോ അല്ലേ? ഇത്രയും നമുക്ക് ഇടപഴകാവുന്ന ഒരു മൂർത്തി വേറെ ഉണ്ടോ? ബാക്കി എല്ലാ മൂർത്തികളെയും നമുക്കൊരു പേടിയാണ്. പക്ഷെ കണ്ണനോട് ചേർന്നിട്ട് ആലോചിച്ച് നോക്കൂ, ഇത്രയും നമ്മൾക്ക് സന്തോഷം തരുന്നൊരു മൂർത്തി വേറെ ഉണ്ടോ? എന്നാ ആ മൂർത്തിയെ ദർശിച്ച് പരമാനന്ദം അനുഭവിക്കാൻ എല്ലാവരും പോവാറുണ്ടോ? ഇല്ല. എന്തേ അത്? ആ മായ കൊണ്ടാണ് എന്നാണ്. അവിടെ അവർ വെറും കല്ലായിട്ട് മാത്രമേ കാണുള്ളൂ. വളരെ കുറച്ച് പേർക്കാണല്ലോ അനുഭവങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അത് കുറച്ച് ചിത്തശുദ്ധിയൊക്കെ വന്ന് പുണ്യമാർജിച്ച കുറച്ച് പേർക്ക് മാത്രമാണ് ആ സന്തോഷം ഉണ്ടാവുന്നത്. എന്നാലോ അങ്ങനെ സുകൃതികൾക്ക് മാത്രമാണ് ഭഗവത് ദർശനം കിട്ടുന്നത്. അത് തന്നെ നമ്മൾ എന്തെങ്കിലും അഥവാ അതിനൊരു മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമുക്ക് മനസ്സിലാക്കി തരും ചെയ്യും ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഭഗവാൻ ആ വൈഭവത്തെ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇവിടെ സ്ത്രീകൾ ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ മാറിടത്തിൽ കയറി സ്ഥലം പിടിച്ചിരിക്കണു, അത് ഗൃഹാക്കി വെച്ചിരിക്കണു എന്നാ പറയണത്. സ്ത്രീകൾ സ്വതവേ ചപലകളാണ്, അതിലും ചപലയാണത്രേ ലക്ഷ്മി ദേവി. ദേവി മഹാധനികന്മാരിയ്ക്കുന്ന ഇടത്ത് നിന്ന് ചിലപ്പോൾ ഇറങ്ങിപ്പോരും, അടുത്ത ദിവസം അവർ ദരിദ്രരാവും. ചിലപ്പോൾ ദരിദ്രരായിട്ടുള്ളവർ നാളെ വലിയ ധനവാന്മാരാവും. അതൊക്കെ എന്തുകൊണ്ടാണ്? ദേവിയുടെ ചപലത കൊണ്ടാണ്. അങ്ങനെയുള്ള, അതായത് സ്ഥിരതയില്ലാത്തവളാണ് ലക്ഷ്മി ദേവി. ഒരു സ്ഥിരതയില്ല. അതുകൊണ്ട് ഇത്ര വേഗം കൈവെടിയുന്ന, ആശ്രയിക്കുന്നവരെ കൈവെടിയാൻ ഒരു മടിയില്ല ദേവിക്ക്. അങ്ങനെയുള്ള ലക്ഷ്മി ദേവി കൂടി പ്രേമത്തോടു കൂടി ഭഗവാനെ വിട്ടു പിരിയാതെ ആ ഭഗവാന്റെ മാറിടം തൻ്റെ ഗൃഹമാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കയറിയിരിക്കണമെന്നാണ്. ലക്ഷ്മി ദേവിയെ കൂടെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭഗവാനെ ആശ്രയിച്ചാൽ ലക്ഷ്മി നമ്മളുടെ കൂടെ ഉണ്ടാവും. ഭഗവാൻ ഇരിക്കുന്ന ഇടത്തുനിന്ന് വിട്ടു പോവില്ല മഹാലക്ഷ്മി. ചപലയായതുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ ആ ശരീരത്തെ ഗൃഹാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഭഗവാന്റെ അടുക്ക ഇരിക്കാനാണ് ആഗ്രഹം. അപ്പം അവിടെ നിന്ന് ഇറങ്ങി പോവില്ല. ഭഗവാനെ മാത്രം സ്വീകരിച്ചാൽ മതി, ഭഗവാനെ ഉപാസിച്ചാൽ മതി, ഐശ്വര്യവും ശോഭയും എല്ലാതും കൈവരാനായിട്ട് എന്നാണ്. അങ്ങനെ ആ ഭഗവാന്റെ ശരീരത്തെയാണ് എപ്പോഴും ആ വിഗ്രഹത്തിൽ ലക്ഷ്മി കളിയാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മൂർത്തിയെ ഉപാസിച്ച ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടെയും കിട്ടും എന്നാണ്. എന്നാ സഞ്ചിന്തകാനാം അമൃതസ്യന്ത സന്തോഹ, വിഷയങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ ഗുരുവായൂരപ്പൻ തന്നെയാണ് തനിക്ക് ആശ്രയം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ ചിന്തിച്ച് ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ ബ്രഹ്മാനന്ദമാകുന്ന അമൃതിനെ ഒഴുക്കിക്കൊണ്ട് സകല ദുഃഖങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ആധ്യാത്മിക ആദിഭൗതികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിച്ചുകൊണ്ട് മോക്ഷത്തെ പോലും ഭഗവാൻ തരുന്നു എന്നാണ്. അതാണ് ആ അത്രയ്ക്ക് കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ വൈഭവം മറ്റു ദേവതകൾക്കൊന്നും ഇല്ല എന്നാ മേൽപ്പത്തൂർ പറയണത്. എവിടെ പോയി നോക്കിയിട്ട് കാണാനില്ല. ഭഗവാനോളം കാരുണ്യം ആർക്കും കാണാനില്ല എന്നാ. അതുകൊണ്ട് ആ മൂർത്തിയെ സർവാത്മന ഞാനിതാ ആശ്രയിക്കണു, ധ്യാനിക്കണു എന്നാണ് പറയണത്. എന്നിട്ടും പറയണു, കഷ്ടാതേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേർജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ഛിദ്രസാർദ്രം
നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. കഷ്ടാത്തേ, കഷ്ടമായിട്ടിരിക്കുന്നു സൃഷ്ടിചേഷ്ട. ഹേ അജിത, ഹേ ഭഗവാനെ, അങ്ങയുടെ സൃഷ്ടിയാകുന്ന പ്രവൃത്തി, സൃഷ്ടിചേഷ്ട കഷ്ട, കഷ്ടമായിട്ട് വല്ലാത്തൊരു കഠിനമാണ്. എന്തുകൊണ്ടെച്ചാൽ സാ ജീവഭാജാം ബഹുതര ഭവ ഖേദാവഹ, അവർക്ക് ഈ സൃഷ്ടി കൊണ്ടാണല്ലോ പല ജീവികൾക്ക് പലതരത്തിലുള്ള സംസാര ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഉണ്ടാവുന്നത്, അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ. നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? നമ്മൾ തന്നെ ചോദിക്കാറില്ലേ, എന്തിനാ ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് കളിപ്പിക്കണത് അല്ലേ? എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊന്നും വിചാരിക്കാതെ എന്തൊക്കെയാ നമ്മളെ കൊണ്ട് ചെയ്യുന്നത്? ഇതൊക്കെ എന്തിനാണ് അല്ലേ? ആലോചിച്ച ഒരു തുമ്പുമില്ല. അങ്ങനെ സൃഷ്ടി ചെയ്തുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തി വല്ലാത്തൊരു കഷ്ടമായിട്ടോ ഭഗവാനെ. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുകയെ, എന്തിനാ ഇത്ര ക്രൂരമായിട്ടുള്ള പണിയെടുക്കണത്? ബഹുതര ഭവ, എന്തൊക്കെ പ്രകാരത്തിലുള്ള സംസാര ദുഃഖങ്ങളോ അനുഭവിച്ചു കൊണ്ടിരിക്കണത് നോക്കൂ. മേൽപ്പത്തൂര് പറയുമ്പോൾ നമ്മളൊക്കെ നോക്കൂ. ഇതീവ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മയാ പൂർവമാലോചിത, പണ്ടത്തേക്ക് ഓർത്തുകൊണ്ട് മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇപ്പോഴാണെങ്കിലോ അങ്ങയുടെ ദർശനം സിദ്ധിച്ചപ്പോൾ എന്താ തോന്നണത്? ഏവം നാഭിജാനേ, സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വിചാരിക്കണില്ല. നമ്മൾക്കും തോന്നി ഇന്നാള് മതി, എന്തിനാ ഇപ്പം ഇങ്ങനെ ജീവിച്ചിരിക്കണല്ലേ? പക്ഷെ അപ്പം തന്നെ തോന്നി കേട്ടോ. എന്തറിയോ, അഥവാ നമ്മൾ മരിച്ചുപോയാൽ കണ്ണനെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ? കണ്ണനെ കാണാൻ പറ്റില്ലല്ലോ, ഇനി എന്ത് ജന്മം ഉണ്ടാവുക നിശ്ചയമില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യമല്ലേ നമുക്ക് അറിഞ്ഞൂടൂ. ഇപ്പം കണ്ണനെ കാണാമല്ലോ. അങ്ങനെയുള്ള ഈ നാരായണീയം വായിക്കലോ ഭാഗവത പഠിക്കലോ ഭഗവാനെക്കുറിച്ച് അറിയലോ വല്ലതും നടക്കുമോ? അതുകൊണ്ട് മരിക്കണം എന്ന് ആഗ്രഹമില്ല എന്ന് അതെന്നെ ഇവിടെ പറയണേ. നോച്ചേ ജീവ ഛിദ്രസാർദ്ര, അങ്ങ് സൃഷ്ടികർമ്മം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നോ? ഈ ആനന്ദാമൃതം നുകരാൻ സാധിക്കുമായിരുന്നോ എന്നാണ് ചോദിക്കണത്. ഇത്രയും മധുരതരം, ഇത്രയും മനോഹരമായിട്ടുള്ള നേത്രേ ശ്രോത്രേ ച ഭീത്വ. അയ്യോ, എന്തൊക്കെയാ! കണ്ണുകൊണ്ട് കാണുന്നതാ സന്തോഷം, ചെവി കൊണ്ട് കേൾക്കുന്നതാണോ ആനന്ദം, കണ്ണുകൊണ്ട് ദർശിക്കുന്നതാണോ സന്തോഷം? എത്ര കേട്ടിട്ടാ കണ്ണിന് മതിയോ, ചെവിക്ക് മതിയോ, വായിക്ക് മതിയോ? പാനം ചെയ്തിട്ടും മതിയാവണില്ല. നന്നായി സൃഷ്ടി ചെയ്തത്, ഇല്ലെങ്കിൽ ഇതൊക്കെ സാധിക്കുമായിരുന്നോ അല്ലേ? അങ്ങനെയുള്ള പരമരസസുധാംബോധി പൂരേ രമേരൻ. അപ്പോൾ ഈ രമിക്കാൻ പറ്റുമായിരുന്നോ? പരമസുഖ പരമാനന്ദ അമൃത കടലിൽ മുങ്ങി കുളിക്കാൻ നമുക്ക് പറ്റുമായിരുന്നോ? അപ്പം നന്നായി. ഇങ്ങനൊരു ജന്മം തന്നതുകൊണ്ടല്ലേ ഇതൊക്കെ സാധിച്ചത്. തൻ്റെ ബുദ്ധിശൂന്യതയാണല്ലോ ആദ്യം പറഞ്ഞത്. വേണ്ട, എനിക്ക് എന്തിനാ ഭഗവാനെ ഇങ്ങനെ വേദന എടുക്കാൻ ഒരു ജന്മമൊക്കെ തന്നത് കൃഷ്ണ? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് അല്ലേ? ഇനി ഒരു ജന്മം വേണ്ട എനിക്ക്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് ഒന്ന് നോക്കിയതും ഭഗവാനെ ഇങ്ങോട്ട് കണ്ടതും. അയ്യോ വേണ്ട, പറഞ്ഞതൊക്കെ തിരുത്തി ഞാൻ. എനിക്ക് അവിടുത്തെ രൂപം കണ്ടിട്ട് മതിയായില്ല, അങ്ങയുടെ നാമങ്ങൾ ചൊല്ലിയിട്ട് മതിയായില്ല കൃഷ്ണ, അവിടുത്തെ കഥകൾ കേട്ടിട്ട് എൻ്റെ ചെവിക്ക് മതിയായില്ല ഭഗവാനെ. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കണു. എനിക്ക് അവിടുത്തെ ആ പരമാനന്ദ കടലിൽ മുങ്ങി കുളിച്ചിട്ട് മതിയായില്ല ഗുരുവായൂരപ്പ അല്ലേ? അത്രയും ആനന്ദം തരുന്നതാണല്ലോ കൃഷ്ണ. ഈ ജന്മം കിട്ടിയത് കൊണ്ടല്ലേ ആ പരമാനന്ദം അനുഭവിക്കാനായത് ഭഗവാനെ. സത്യമായിട്ടും അല്ലേ, എത്രയോ ഭാഗ്യല്ലേ നമ്മളൊക്കെ ചെയ്തത്. ആ ഭഗവത് ഭക്തി കുറച്ചെങ്കിലും നുകരാൻ നമുക്ക് സാധിച്ചല്ലോ ഗുരുവായൂരപ്പ എന്നാണ് വല്ലാത്തൊരു സന്തോഷം കൊണ്ടാണ് നമ്മൾക്ക് ഭക്തി ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലാ മതിയാവുക, എത്ര കേട്ടാലാ നമുക്ക് സന്തോഷം ഉണ്ടാവുക, എത്ര നുകർന്നാലാ മതിയാവുക. കാണുന്തോറും ആ അധരാമൃതം, ആ കണ്ണീർ കാരുണ്യാമൃതം ഇതൊക്കെ നുകരുന്തോറും കീർത്തന ശ്രവണാമൃതം, മതിയാവാത്ത
അതിനൊരു ജന്മം തന്നുല്ലോ ഗുരുവായൂരപ്പ എന്ന് നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം. തൻ്റെ ബുദ്ധിശൂന്യായില്ലേ ഈ പറഞ്ഞു പോയത് എന്ന് മേൽപ്പത്തൂരിന് തോന്നുകയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ അങ്ങയുടെ ശരീരത്തെ ഇപ്പം കാണാൻ സാധിച്ചത്. എനിക്ക് വാതരോഗം വന്നത് നന്നായി, അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരുന്ന് ഭജിക്കാൻ സാധിച്ചത്. നമുക്ക് പലതര ദുഃഖങ്ങളൊക്കെയാന്ന് തോന്നുന്നതൊക്കെ നന്നായി. അത്രത്തോളം ഭഗവാന്റെ പാദങ്ങളിലേക്ക് ലയിക്കാൻ സാധിക്കുമല്ലോ ഗുരുവായൂരപ്പ എന്ന് നമുക്ക് ഭഗവാനെ ആനന്ദത്തോടു കൂടി അനുഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ശ്ലോകം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി 8ാമത്തെ ഇത്രയും ഇങ്ങനെ പോവാം. നമുക്കതിനെ ആനന്ദത്തിൽ, ആ ഭക്തിയിൽ മുഴുകിക്കൊണ്ട് നമുക്ക് പോവാം. എന്തായാലും പറഞ്ഞ ഭാഗങ്ങളൊക്കെ വാഞ്ചിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. നാളെയാണ്, ഇനി 2 ദിവസമാണല്ലോ, മറന്നു പോവരുത്. വെള്ളിയും ശനിയും രാവിലെ 9 മണി എല്ലാവരും ഓർമ്മിക്കാം. അതുപോലെ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് കുട്ടികളുടെ കഥ കേൾക്കാനായിട്ട് എല്ലാവരും വരണം. എന്തായാലും ആ ഭഗവത് ഭക്തി എല്ലാവർക്കും വാരിക്കോരി തരട്ടെ ഗുരുവായൂരപ്പൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.